ഒരു പണിയില്ലാത്ത എൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. വ്ളോഗിൽ കണ്ടന്റ് ക്ഷാമെന്ന് പറഞ്ഞ് കമന്റ് ഇടുന്നവരുടെ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഈ മുകളിൽ കാണുന്ന സാധനം മൊത്തം കണ്ടന്റ് ക്ഷാമുള്ള ഒരാൾക്ക് കിട്ടുന്നതാണെങ്കിൽ നിങ്ങളങ്ങ് അങ്ങനെ വിചാരിച്ചാളേ. എന്തൊക്കെയായാലും ഇന്നത്തെ യാത്ര 1-2 ലൊക്കേഷനിലേക്കാണ്. കാണാട്ടോ. ആ മുന്നിലെ കാറിൽ നമ്മളെ പൊന്നേച്ചിയും എല്ലാവരും ഉണ്ട് കേട്ടോ. ഒരയിലിങ്ങനെ പോകുന്നുണ്ട്. അയില് ഇതിലാട്ടോ ചേച്ചിയമ്മയൊക്കെ ഉണ്ട്. കണ്ണെന്താ കണ്ണുണ്ട് അവിടെ അറ്റത്താ കണ്ണ ഇരിക്കുന്ന അടത്തത്. ആകുമോ എന്താ അളിയെന്താ എല്ലാവരും ഇവിടെ ഇരിക്കണ്ടേ. നല്ല തിരക്കാണ്, നല്ല ബ്ലോക്കാണ് ഇവിടെ. അങ്ങനെ വണ്ടി ഓടി ഞങ്ങൾ ലൊക്കേഷനിലെത്തി. ഇവിടെ ഉണ്ടോ ഫസ്റ്റ് റിസപ്ഷനൊക്കെ നടക്കുന്ന ഞങ്ങളുടെ കൂടെ ആകുമോനൊക്കെ ഉണ്ട്. ആകുമോൻ ഞാനൊക്കെ ഉണ്ട് കേട്ടോ. റീസെൻ്റ് ആയിട്ട് ഞാൻ ഇവിടെ നിന്ന് ഒരു അജ്മലിൻ്റെ കല്യാണത്തിൻ്റെ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു കല്യാണ പരിപാടിക്ക് എൻ്റെ കൂടെ ആകുമോ ഉണ്ട് കേട്ടോ. ആകുമോ നോക്കിയതാ. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ കൈ ചെറുങ്ങനെ കട്ടായി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അതാണ് സാറിനെ അച്ഛൻ അവിടെ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ട് കേട്ടോ അവരെടുത്ത്. അതിനുശേഷം നമ്മുടെ പൊഞ്ചി നല്ല സുന്ദരിയായി ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതാട്ടോ നമ്മുടെ ആകുമോൻ്റെ അമ്മയാണ്. എൻ്റെ ഏച്ചിയാണ് ശരിക്കല്ല അച്ഛൻ്റെ ഏട്ടൻ്റെ മോളാണ്. ഏച്ചി തന്നെ എന്താണ് ഇപ്പോൾ പറയാനുള്ളത്. പൊന്നിച്ച് ഭയങ്കര സുന്ദരിയായി കാൻഡിഡൊക്കെ ആയിട്ട് ഇങ്ങനെ പോസൊക്കെ ചെയ്യുന്നുണ്ട് ക്യാമറയ്ക്ക്. അതിനുശേഷം ഞങ്ങൾ നേരെ പോയി ഫുഡൊക്കെ കഴിക്കാൻ അങ്ങോട്ട് പോയിട്ടോ. ഫുഡ് കഴിക്കാൻ താളിയാൻ എല്ലാവരും സെറ്റായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇരിക്കാൻ വേണ്ടി പറഞ്ഞ് അതിൻ്റെ ഇടയിൽ ഞാൻ അവിടെ ഇങ്ങനെ ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് ഒരാളിവിടെ കണ്ട് വിളിക്കാതെ കല്യാണം കൂടാൻ പാറുതാ ഇവിടെ ഫുഡ് കഴിക്കുന്നുണ്ട്. കാണിച്ചു തരാം. പാറുതാ ഇവിടെ ചോദിച്ചു നോക്കാം ഇതാര പരിപാടി. പാറു ഇങ്ങോട്ട് നോക്കി ഇതാര പരിപാടിയാ? അൻ്റെയോ? ഇതാര കല്യാണ? ഏച്ചിന്റെ ഫ്രണ്ടോ? ഏത് ഏച്ചി? എൻ്റെ ഏച്ചിന്റെ പേര് പറയും. ഏച്ചിന്റെ ഫ്രണ്ടോ? ആകെ എപ്പോ? അതിനുശേഷം അവിടുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് ഞാൻ നേരതാ നല്ല അച്ചാറും കാര്യങ്ങളും ഫുഡ് കഴിച്ചിട്ടോ. തേച്ചുകൊണ്ട് നിൽക്കുകയാണ്. അച്ചാറൊക്കെ എടുത്ത് അതൊക്കെ നല്ല സെറ്റപ്പ് ആയിരുന്നു. ഫുഡൊക്കെ നല്ല അടിപൊളി ഫുഡ് തന്നെ കേട്ടോ. ഒന്നും പറയാനില്ല. അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ കറിയും നെയ്ച്ചോറും അച്ഛനപ്പുറത്തായിരുന്നു. ചിക്കൻ കറിയും നെയ്ച്ചോറും എല്ലാം കൂടെ കൂട്ടി അങ്ങോട്ട് പിടിച്ച് നല്ല കറിയാണ്, നല്ല റൈസാണ്. ഒന്നും പറയാനില്ല. അടിപൊളി ഫുഡ് തന്നെയാണ്. ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ കഴിക്കുകയാണ്. പിന്നീട് നല്ല ടേസ്റ്റിന് ഉണ്ടോ ഫുഡൊക്കെ എൻജോയ് ചെയ്ത് കഴിച്ചു. അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മോളെ കല്യാണം കേട്ടോ. അതാ ഇവരെ പരിപാടിയാണ്. അതിനുശേഷം ഞാൻ തിരിച്ച് വേറെ സ്ഥലത്തേക്ക് പോയി. മാമനെ ഒരു പാട്ട് പാടണമെന്ന് പറഞ്ഞു. മാമൻ പാടിക്കോളി. എന്താ ഈ പാട്ടുപാടി ഇവിടെ ഡാൻസ് കളിക്കോ? വേണ്ട അയക്ക് അവസരം ഈ ഡാൻസ് കളിക്കെങ്കിൽ ഞാൻ പാട്ട് ഞാൻ കളിക്കും. ഈ പാട്ട് ഞാൻ കളിക്കും. ഈ പാടോ കളിക്കോ? ഞാൻ പാടൂ. പാലും പഴവും പാടിത്തരൂ. മാമന് വേണ്ടി പാലും പഴം സ്പോൺസർ ചെയ്തേ. മെഹന്തി പെണ്ണ് ഫാമിലി ഡാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ സൂപ്പറോ? ഇവിടെ ആരും അങ്ങനെ പറഞ്ഞില്ലല്ലോ. മാമനൊക്കെ എന്തൊക്കെയാ പറഞ്ഞറിയാൻ എടുത്ത്. ഗൈസ് ഇപ്പോൾ ഡാൻസ് കളിക്കില്ല പറഞ്ഞോണ്ടല്ല വിഷമത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ കളിക്കെങ്കിൽ വീഡിയോ റീച്ച് ആയനെ. ഇപ്പോൾ എടുക്കട്ടെ മക്കളെ. ഇപ്പോൾ വെറും ഷോ ആണ്. കൃഷ്ണ ഞാൻ ഗൈസ് ഈ കാണുന്നതാണ് കൃഷ്ണ. ഇവിടെ പരിപാടിയാണ് നാളെ നടക്കുന്നത്. റിസപ്ഷൻ ആണ്. അപ്പം വിളിക്കാത്ത ആരും വരണ്ട അല്ലേ? ആണ് പരിപാടി ഉള്ളത്. അപ്പൊ പുറമുള്ള ആർക്കെങ്കിലും വരാൻ പറ്റുമോ? വരാം. ഭക്ഷണം കഴിച്ചിട്ട് പോവാം. അപ്പൊ എന്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും 7-ാം തീയതി റിസപ്ഷനിൽ കൂടാൻ വരാൻ പറ്റും അല്ലേ? എന്നോട് കൃഷ്ണ എന്നോ പറഞ്ഞ കാര്യമാണ്. ആളെ സംഭവം ഷൂട്ടൊക്കെ ചെയ്ത് വീഡിയോ ഒക്കെ എടുത്ത് യൂട്യൂബിലൊക്കെ പോസ്റ്റ് ചെയ്യണം, എൻ്റെ വീഡിയോ വൈറലാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടേനി. അന്ന് പണ്ടൊട്ടേ പറയുന്നുണ്ടേനി വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ. അപ്പോൾ ആൾ തിരുവനന്തപുരത്തേക്ക് അങ്ങോട്ടാണ് കല്യാണം കഴിച്ച് കൊണ്ടുവന്നത്. അന്നപ്പോൾ ഞാനത് വീഡിയോ എടുത്ത് ആളൊരു ആഗ്രഹം കൊണ്ട് ഞാൻ ഫുള്ള് ഷൂട്ടിന് തിരക്കിലായിരുന്നു. എന്നാലും ആ ടൈമിലേക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റും. അതിൻ്റെ ഇടയിൽ അതിനുശേഷം ഞാൻ അവിടുന്ന് കുറച്ച് ചോറും കാര്യങ്ങളും കഴിച്ചു. ഞാൻ എവിടെ പോയാലും ഫുഡ് കഴിക്കുക, അതിൻ്റെ ഒരു രീതിയാണ്. അതാണ് എൻ്റെ തടീൻ്റെ ഒരു രഹസ്യം. എവിടെ പോയാലും നല്ലോണം ആഹാരം കഴിക്കണം. അതാണ് നമ്മളൊരു രീതി കേട്ടോ. കുറച്ച് ചോറ് കഴിച്ചുള്ളൂ, തോനൊന്നും കഴിച്ചില്ല. എപ്പോഴല്ലേ കഴിക്കാൻ പറ്റുള്ളൂ ഭക്ഷണമൊക്കെ. അതുകൊണ്ട് ചോറും കുറച്ച് കറിയും അതിൻ്റെ കൂടെ നല്ല അച്ചാറും. അച്ചാറിൻ്റെ ഒരു വീക്ക്നെസ്സാണ്. അച്ചാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്ത് അച്ചാറാണെങ്കിലും അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചോറും കറിയും ഒക്കെ കൂടെ കൂട്ടി കുഴച്ച് അടിപൊളിയായിട്ട് അങ്ങോട്ട് കഴിച്ച് വിശപ്പ് മാറിയിട്ടുണ്ടെങ്കിൽ എന്നാലും നമ്മളൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കാതെ എങ്ങനെ നിൽക്കുക?
നിൽക്കുക. അങ്ങനെ ഫുഡും കാര്യങ്ങളും അങ്ങനെ കഴിച്ച് പിന്നെ അതാ അവിടെ ഗംഭീര ഡാൻസും കാര്യങ്ങളാണ്. പാട്ടിനകത്ത് ആഡ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ നല്ല തുള്ളുന്ന സംഭവം മാത്രം എനിക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. കണ്ടിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ചിരി വരാം, എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ഡാൻസ് കളിക്കുമ്പോൾ മ്യൂസിക് ഉണ്ട് സത്യം പറഞ്ഞാൽ. പക്ഷേ മ്യൂസിക്കോടെ വീഡിയോ ഇട്ട് ഞാൻ കോപ്പറേറ്റ് അടിക്കും. എന്തൊക്കെ പറഞ്ഞാലും കിടിലൻ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരങ്ങോട്ട് എൻജോയ് ചെയ്യുന്നതായിരുന്നു എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അങ്ങനെ ഇവർ അന്നത്തെ ആ മഞ്ഞ കല്യാണം അടിപൊളിയാക്കി. ഞാൻ എത്തിയപ്പോൾ ലേറ്റ് ആയിട്ടിനി, എനിക്ക് വേണ്ടിയല്ല, അവിടെ പിന്നെ ടൈമൊക്കെ പോകേണ്ട വെച്ചിട്ട് അവരെല്ലാവരും ഡാൻസ് കളിച്ച് അങ്ങനെ വൈബാക്കി. ഇതാട്ടോ കൃഷ്ണൻ്റെ അമ്മമ്മ. അങ്ങനെ പിന്നീട് പിറ്റേ ദിവസം റിസപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. റിസപ്ഷനാണോ പാർട്ടിയാണോ പറയില്ല, അതിന് പോയി. അപ്പോൾ തുടക്കം തന്നെ അവൾ കുറച്ച് തിരക്കിലാണ്. ഞാൻ മെല്ലെ ഫുഡ് കഴിക്കാനുള്ള സെക്ഷനിലേക്ക് പോയി. അവിടെ എല്ലാ ഫാമിലി മെമ്പേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ജിഷ്ണുവിൻ്റെയും ആകാശിൻ്റെ ഒക്കെ ഫാമിലി ആട്ടോ ഇത് ആകാശിൻ്റെ ഫാമിലിയാണ്. ആകാശിൻ്റെ ഫാമിലിയുള്ള കുഞ്ഞു മക്കൾസാണ് കേട്ടോ. ഇത് ജിഷ്ണുവിൻ്റെ അമ്മയും അച്ഛനാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഇതെന്താ പിന്നീട് ഫുഡ് കഴിക്കാൻ പോയപ്പോൾ ഞാൻ അവിടെ എത്തിയപ്പോഴേക്ക് ഫുഡ് തീർന്നിട്ടുണ്ടായിരുന്നു. അതങ്ങനെ തന്നെയാണല്ലോ, നമ്മളെത്തുമ്പോൾ സംഭവം തീരും, അത് സ്വാഭാവികം. ഞാനവിടെ കുറേ നേരം വെയിറ്റൊക്കെ ചെയ്ത്. അപ്പോൾ അവർ പറഞ്ഞ് ഈ കൗണ്ടറിലല്ല, അപ്പുറത്തെ കൗണ്ടറിലാണ്. അപ്പോൾ ഞാൻ പിന്നീട് അവിടെ നിന്ന് കുറച്ച് കറിയൊക്കെ എടുത്തിട്ട് വേറെ കൗണ്ടറിൽ പോയിട്ട് അവിടെ നിന്നാണ് ചോറും കാര്യങ്ങളൊക്കെ എടുത്ത് കേട്ടോ. അതിനിടയിൽ കൂടെ കൃഷ്ണൻ്റെ അനിയൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു. ഇതാട്ടോ വിനീത, കൃഷ്ണൻ്റെ അനിയനാട്ടോ. കൃഷ്ണൻ്റെ അനിയൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിച്ചത്. അതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്, ഫ്രണ്ട്സിനൊക്കെ പരിചയപ്പെട്ട് വന്ന്. കൃഷ്ണൻ്റെ അനിയൻ ആൾ ഉഷാറൊക്കെയാണ് കേട്ടോ. അതിനിടെ കൃഷ്ണ കാര്യം ടെൻഷനിലാണ്, വെള്ളവും കാര്യങ്ങളൊക്കെ കുടിക്കുന്നുണ്ട് ആള്. ആൾക്കൊരു ചെറിയ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. ഇതാണ് ആൾക്ക് കൊടുത്ത ഗിഫ്റ്റ്. അപ്പോൾ ഗിഫ്റ്റും കാര്യങ്ങളും കൊടുത്ത് അതിൻ്റെ ഭാഗം എല്ലാ ഫ്രണ്ട്സും എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നുണ്ട്. ബ്ലസ്സി എല്ലാവരും ഉണ്ട് കേട്ടോ. ബ്ലസ്സി, വിനീത, അശ്വതി, അങ്ങനെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. അപ്പം എൻ്റെ +1 +2 ഫ്രണ്ട്സാണ് ഇതൊക്കെ. എല്ലാവരും അടിപൊളിയായി ഹാപ്പി ആയി ഇരിക്കുന്നുണ്ട്. എല്ലാവരും വൈബായി ഇങ്ങനെ ആ ടൈമിൽ നമ്മളെല്ലാവരും എൻജോയ് ചെയ്ത് ഇങ്ങനെ പോകുക തന്നെയായിരുന്നു. അപ്പോൾ കൃഷ്ണൻ്റെ നിർബന്ധം കൊണ്ട് എടുക്കുന്ന വീഡിയോ കേട്ടോ. നിർബന്ധമൊന്നുമില്ല, കൃഷ്ണനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടാ എൻ്റെ കല്യാണം ഒന്ന് വൈറലാക്കണം എന്ന്. ഇതൊക്കെ എൻ്റെ ഫാമിലി ഉള്ളവരാണ്, ഫോട്ടോഗ്രാഫേഴ്സൊക്കെ. എന്തൊക്കെ പറഞ്ഞാലും അടിപൊളി കിടിലൻ പരിപാടി തന്നെയായിരുന്നു. ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്ത് കുറേ നേരം സംസാരിച്ച്. കുറച്ച് ടൈമോ സംസാരിക്കാൻ പറ്റില്ല കേട്ടോ കൃഷ്ണൻ ഒരു തിരക്കിലായിരുന്നു. ആ ദിവസം എല്ലാവരും തിരക്കിലായിരിക്കുമല്ലോ. അപ്പോൾ കൃഷ്ണൻ്റെ ആ ഒരു മൊമെൻറ്റും കാര്യങ്ങളൊക്കെ വന്ന് വീഡിയോ ഒക്കെ എടുത്ത് എല്ലാവരും കൂടെ അങ്ങനെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം വൈബ് അടിച്ച് എല്ലാവരും ഹാപ്പി ആയിരുന്നു, ചിൽ മൂഡിലായിരുന്നു. എല്ലാവരും ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. എല്ലാം അങ്ങനെ പോയി. കൃഷ്ണ പക്ഷേ ആകെ ടെൻഷനിലും മൂഡ് ഔട്ടിലും ഒക്കെ ആയിരുന്നു. കാരണം അന്ന് ആ ദിവസം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കൃഷ്ണയ്ക്ക് ഫുള്ളി എൻഗേജ്ഡ് ആയിരുന്നു കൃഷ്ണ അന്ന് ആ ദിവസം. അതുകൊണ്ട് തന്നെ കൃഷ്ണൻ്റെ അടുത്ത് അധികം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. ആളോരോരോ ചിന്തകളിലും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു. ഞാനും ജിഷ്ണു ഒക്കെ മാറി മാറി സംസാരിച്ചിട്ടുണ്ട്. ആളെ തോട്ട് ഫുള്ള് ഇപ്പോൾ റിസപ്ഷൻ, നാളെ കല്യാണം, അങ്ങനെ അങ്ങോട്ട് പോകണോ ആ ചിന്തയിൽ തന്നെയായിരുന്നു. നാളെ കരയോ ഉറപ്പാണോ? 100%. ടെൻഷൻ ഉണ്ടോ എനിക്ക് കല്യാണമൊക്കെ ആണ്ട്? നാളെ ഉണ്ടാവും ഉറപ്പല്ലേ? കരയണോ? കണ്ണെന്നൊക്കെ വെള്ളം വരുമോ? എന്തിനാടി? നാളെ ഇപ്പോൾ കൃഷ്ണ പോയാലും ഇല്ലെങ്കിലും ഒക്കെ ഒരു വിഷമാവും. ഇതാട്ടോ കൃഷ്ണൻ്റെ അനിയനും അച്ഛനും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഇങ്ങനെ ആ ടൈം കുറച്ച് നേരം ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് എല്ലാവരും ഹാപ്പി ആയിരിക്കുകയായിരുന്നു. അന്നപ്പം അതിനുശേഷം ഞങ്ങളെല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. എന്തൊക്കെയായാലും കൃഷ്ണ ഹാപ്പി ആയിരുന്നാൽ മതി, അത്രയേ ഉള്ളൂ മനസ്സിൽ. അങ്ങനെ ഞങ്ങൾ റിസപ്ഷനൊക്കെ കൂടി എല്ലാവരും ഇങ്ങനെ വൈബ് അടിച്ച് എൻജോയ് ചെയ്ത് അങ്ങനെ ആ ഒരു ചിൽ വൈബിലായിരുന്നു അന്ന് പോയോണ്ടിരിക്കുന്നത്. അന്നപ്പോൾ ഇന്നിപ്പോൾ വ്ളോഗ് എടുത്ത് ഹാപ്പി ആയിരുന്നു എല്ലാവരും. പിന്നെ ഗ്രൂപ്പ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കയറാൻ. അപ്പോൾ മക്കളെ, ബൈ ഫ്രം നന്ദുട്ട വ്ളോഗ്.